Light in the road.
സ്വർഗം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്കും ദൈവമക്കളോട് ചേർന്ന് 2 ആഴ്ച നടത്തിയ കൂട്ടായ്മ വളരെ സന്തോഷകരമായിരുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു. വളരെ തിരക്കുകളുള്ളവരും ബന്ധപ്പാടുള്ളവരുമാണെങ്കിലും എല്ലാവരും തന്നെ ക്ലാസ്സിലും കൺവെൻഷനെല്ലാം പങ്കെടുത്തു. വിശേഷാൽ ഞങ്ങളെ ദേവദാസൻ പക്ഷേ മന്തോസിനെ കുടുംബത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ വന്നത് വാസ്തവത്തിൽ തയ്യാറാക്കിക്കൊണ്ടുവന്ന പ്ലാൻ 3 ദിവസത്തെ കൺവെൻഷനിൽ പാസ്റ്ററുടെ കൂടെ താമസിക്കുക, അതിനുശേഷം എൻ്റെ ചേർത്തിര മകൾ അവർ ഭർത്തമായിലാണെങ്കിലും വളരെ ഞങ്ങളെ പിതാവിനെയും മാതാവിനെയും പോലെ കരുതുന്നവരാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളർത്തിയതാണ് ചേർത്തിര മകൾ. ഇവിടെ അബുദാബിയിലെ അവളുടെ ഒരു ബാങ്കിലെ സീനിയർ ഓഫീസറാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു നല്ലൊരു വിധത്തിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. അവരുടെ വീട്ടിലില്ലാതെ അവർക്ക് മക്കളില്ല, എന്നാൽ എല്ലാവിധ സൗകര്യത്തിലും അവർ കഴിയുന്നപ്പോൾ അവിടെ താമസിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനിമോൻ എന്നാണ്. വൈകിട്ട് ഇവിടെ കൊണ്ടിറക്കി വിടും. അത് കഴിഞ്ഞ് മീറ്റിംഗ് കഴിയുമ്പോൾ ഒന്നുകിൽ ഇവിടെ ആരെങ്കിലും സഹോദരന്മാർ അബുദാബിക്ക് വരുന്നവരുണ്ടെങ്കിൽ അവരുടെ വരണം, അല്ലെങ്കിൽ പുള്ളി തന്നെ വന്ന് കൊണ്ടുവരാം എന്നെല്ലാം പറഞ്ഞ പരിപാടി ഇവിടെ വന്ന് ഇവിടുത്തെ സഭയുടെയും ദേവദാസന്റെയും കുടുംബത്തിൻ്റെയും സമീപനം കണ്ടപ്പോൾ ഞങ്ങളതെല്ലാം മാറ്റി. വീട്ടുകാരത്തെയാണെങ്കിൽ വെറും 4-5 ദിവസത്തേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് ഭാര്യ തിരിച്ചങ്ങ് ദുബായ് മോഡലിലേക്ക് പോകാൻ വന്നു. എന്നാൽ നിങ്ങളുടെയും കർത്തൃദാസന്റെയും കുടുംബത്തിൻ്റെയും പെരുമാറ്റം കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി, ഇത് വിട്ടുവെച്ച് പോയാൽ ആപ്പിൾ കളഞ്ഞേച്ച് മാങ്ങാപ്പഴം പറിക്കുന്നോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇവിടെ നിങ്ങളോടൊപ്പമായിരുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ആരെയും അധികം പ്രശംസിക്കുന്നയാളല്ല, എന്നാലും അദ്ദേഹത്തിൽ ഞാൻ ഒത്തിരി ഗുണങ്ങൾ കണ്ടുപിടിച്ചു. വാസ്തവത്തിൽ നിങ്ങൾ ഇവിടെയുള്ള ഒരു ഭാഗ്യമുള്ളവരെ ഇതുപോലൊരു ദൈവദാസനെ അധികം കിട്ടത്തില്ല. നല്ല വാചാലമായിട്ട് പ്രസംഗിക്കുന്നവരെ കിട്ടും. എന്നാൽ സമയവും സ്വന്തം കഴിവും സ്വന്തം ധനവും സ്വന്തം വീടും സ്വന്തം കട്ടിലും സ്വന്തം അടുപ്പും സ്വന്തം ചട്ടിയും കർത്താവിന് വേണ്ടി ചെലവാക്കുന്നവരെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഞാനും ചെലവാക്കുന്നില്ല. അവൾ അദ്ദേഹം എന്നേക്കാൾ ക്വാളിറ്റി കൂടിയ ആളാണ്. സ്വന്തം പണവും എല്ലാം ഇതിനു വേണ്ടി ചെലവാക്കി ഈ സഭയുടെ വളർച്ച അദ്ദേഹം ആഗ്രഹിക്കുന്നു. പറയേണ്ട പോലെയും പറയും, ഒട്ടും ഒളിക്കാതെ പറയേണ്ട കാര്യം പറയേണ്ട പോലെയും പറയും. മക്കളോടുള്ള സമീപനം വളരെ കാണുന്നതാ. ചിലപ്പോൾ ഫ്രണ്ട, ചിലപ്പോൾ മൂർഖന, ചിലപ്പോൾ ആരകന, പല വിധത്തിലാണ് മക്കളോടും ഭാര്യയോടും. എന്നാലും ഉണ്ടല്ലോ ഒടുങ്ങി കഴിയുമ്പോൾ എല്ലാം വളരെ സന്തോഷമാണ്. അദ്ദേഹം വളരെ ഡിപ്ലോമാറ്റായിട്ട് പെരുമാറുന്നു. വിശ്വാസികളെ കുറിച്ച് ഇത്രയും ആത്മഭാരമുള്ള ഒരു ദൈവദാസൻ വളരെ കുറവ്. മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും തള്ളി നീക്കണമെന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കരുതൽ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതുകൊണ്ട് വളരെ സന്തോഷമാണ് എനിക്ക് സഭയിൽ വരുന്നതിനിടയായത്. തീർച്ചയായിട്ടും ഈ കൃപയിലും സന്തോഷത്തിലും അദ്ദേഹത്തോടുള്ള സഹകരണത്തിലും തുടർന്ന് നിങ്ങൾ പോവുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയം ഇനി 40 മിനിറ്റേ ഉള്ളൂ. അല്പസമയം ചിന്തിക്കുവാൻ നിരവധി വിഷയങ്ങൾ കർത്താവിനെ എൻ്റെ അകത്ത് തന്നു. എങ്കിലും ഞാൻ പറഞ്ഞു വെച്ച സബ്ജക്റ്റ് ഇന്നെങ്കിലും ഒന്ന് തീർക്കാമോ എന്ന് നോക്കട്ടെ. തീരുമെന്ന് തോന്നില്ല, എങ്കിലും വി ക്യാൻ ട്രൈ. 2 കൊരിന്ത്യർ 2:14 ക്രിസ്തു വായിച്ചിട്ട് 2 കൊരിന്ത്യർ 2:14 2 കൊരിന്ത്യർ 2:14 ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകും. ദൈവമക്കളെ, 2 ദിവസം നമ്മളിത് ചിന്തിച്ചു. വളരെ വിശാലമായിട്ടാണ് ഞാനത് നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനെ, ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാണ്. അതെ, സഭയിൽ മാത്രമല്ല, സെക്യുലർ ലോകത്തിലും നശിക്കുന്നവരുടെ നടുവിലും രക്ഷിക്കപ്പെടുന്നവരുടെ നടുവിലുമാണ് നമ്മുടെ സൗരഭ്യ വാസന. അതും പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നു. ഒരു വിശ്വാസിയുടെ വളർച്ചയാണ്. സ്നാനപ്പെടുവാൻ 2 കുഞ്ഞുങ്ങൾ എടുത്ത തീരുമാനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. ഇതുപോലൊരു അനുഭവം നിങ്ങൾക്ക് കിട്ടുന്നത് ഓർത്ത് സ്തോത്രം. സ്നാനം എന്ന് പറയുന്നത് മനസ്സിനകത്തുനിന്ന് തിളച്ചു പൊങ്ങേണ്ട ഒരു കാര്യമാണ്. ആരുടെ നിർബന്ധത്താലല്ല. സ്നാനം എന്നുള്ളതും ദൈവത്തിന് കൊടുക്കുന്നതും മനസ്സിനകത്തുനിന്ന് തിളച്ചു പൊങ്ങണം. ഇത് രണ്ടും തിളച്ചു പൊങ്ങിയാൽ നമ്മൾ അനുഗ്രഹീതരാണ്. സ്നാനം എടുക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്, നമ്മൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മിൽ ഉറപ്പാകണം. അല്ലേ? പറ്റത്തില്ല. ക്രിസ്തുവിന്റെ സാക്ഷി ഈ സഭയിലെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ
ഗൃഹനാഥന്റെ നിയന്ത്രണത്തിൽ ഇരിക്കണം. ഒരു ഗൃഹനാഥന്റെ നിയന്ത്രണത്തിലായിരിക്കണം വീട്, അല്ലെങ്കിൽ അത് ശരിയാവോ? ഇല്ല. ഇതുപോലെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നമ്മൾ ഉറപ്പാകുമ്പോൾ സൗരഭ്യം വരും. ആ സൗരഭ്യം വരണമെങ്കിൽ നമ്മൾ പറഞ്ഞ 2-3 ക്രോസിൽ ഒരു ക്രോസ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിപ്പീൻ, കർത്താവ് പറഞ്ഞതാ. എന്നിൽ വസിപ്പീൻ. കർത്താവിൽ വസിക്കണമെങ്കിൽ കർത്താവിന്റെ സാക്ഷ്യം നമ്മൾ ഉറപ്പാകണം. അതിലൊരു സാക്ഷ്യം നമ്മൾ ചിന്തിച്ചു, നിങ്ങളിൽ ആറിന്റെ പാപത്തെ കുറിച്ച്. അപ്പോൾ നമുക്ക് മനസ്സിലാവും പാപം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പട്ടികയ്ക്കകത്ത് കുറച്ച് പാപം എഴുതി വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് ഭിത്തിയിൽ എഴുതിയിട്ടുണ്ടല്ലേ. ഈ ചായക്കടക്കാരൻ ലിസ്റ്റ് എഴുതുന്ന പോലെ പരിപ്പ് വട, ഉഴുന്ന വട, പൊറോട്ട ഇങ്ങനെ എഴുതുന്ന പോലെ നമ്മൾ കുറച്ച് ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. പാപം, വ്യഭിചാരം, മോഷണം, കള്ളുകൂടി, പിടിച്ചുപറി, ഇതെങ്ങനെല്ലാം അതെല്ലാം പാപത്തിന്റെ ഒരു ലിസ്റ്റ്. അപ്പൊ നമ്മളിതൊന്നും ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനല്ല, വിശ്വാസിയുടെ പാപമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസി ഹയർ ടൈപ്പ് പേഴ്സൺ. സ്നാനപ്പെട്ട ഒരു സ്വർഗത്തിൽ പൗരത്വമുള്ളവരാണ്. സ്നാനപ്പെട്ട ഒരു ക്രിസ്തുവിന്റെ ശരീരമാണ്. സ്നാനപ്പെട്ട ഒരു ക്രിസ്തുവിന്റെ സ്ഥാനാവധിയാണ്. സ്നാനപ്പെട്ട ഒരു ക്രിസ്തുവിന്റെ കാന്ത. ഇത്രയും യോഗ്യതയുള്ളവരാണ്. സ്വർഗത്തിൽ പൗരത്വം, ക്രിസ്തുവിന്റെ സ്ഥാനാവധി, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നോക്കിക്കേ, ക്രിസ്തുവിന്റെ കാന്ത. എത്ര പൊസിഷനാ നമുക്കെന്നറിയാവോ? ക്രിസ്തുവിന്റെ പടയാളികൾ. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ നമ്മിൽ നിന്നും ഈ പറഞ്ഞ 10 അനുഭവങ്ങൾ വരരുത്. അത് നിങ്ങളോട് പറഞ്ഞ ഇത് ആവർത്തിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി. സാമ്പ്രദായമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷെ മനസ്സിലുള്ളതുകൊണ്ടായില്ല, അത് അനുവർത്തിക്കണം. അനുവർത്തിച്ചാൽ സൂപ്പർ ക്ലീൻ ആയിരിക്കും. നമ്മിൽ പിറുപിറുപ്പ് വരാൻ പാടില്ല. നമ്മിൽ വചനവിരുദ്ധമായ പ്രാർത്ഥന വരാൻ പാടില്ല. നമ്മുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വരാൻ പാടില്ല ആകാത്തത്. സ്തോത്രം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. ആകാത്ത വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് ബ്രേക്ക് ഇടണം. നമ്മിൽ നിന്നും അസൂയ വരാൻ പാടില്ല. ആരും അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മിൽ അഹങ്കാരം വരരുത്. നമ്മിൽ അനുസരണക്കേട് വരരുത്. നമ്മിൽ വചനവിരുദ്ധമായ ചിന്തകൾ വരരുത്. വചനവിരുദ്ധമായ ഉപദേശങ്ങൾ കൊണ്ട് നിറയുന്ന ഈ ലോകം. അതിന്റെ നടുവിൽ സത്യവചനത്തിന്, സത്യ ഉപദേശത്തിന് നടുവിലേ നിൽക്കാവുള്ളൂ. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ഒരിക്കലും അതുണ്ടാകരുത്. ഇടർച്ച, ആർക്കും ഇടർച്ചയാകരുത്. ഇങ്ങനെ ചെയ്താൽ വിശ്വാസികളുടെ പാപമില്ലെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ നമ്മൾ നിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് യോഹന്നാൻ 4:34 എന്ന് വായിച്ചേ. രണ്ടാമത് ക്രിസ്തുവിന്റെ സാക്ഷ്യം. ക്രിസ്തുവിന്റെ 3 സാക്ഷ്യമാണ്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവനെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എന്റെ ആഹാരം. കർത്താവിനെ പറഞ്ഞേ, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ. യോഹന്നാൻ 5:30 കാണാം, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ വന്നു. ദൈവമക്കളെ, ഇതൊരു വലിയ പോയിന്റിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് ദൈവഹിതമല്ലാത്തൊന്നും ചെയ്യരുത്. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉറപ്പാകണമെങ്കിൽ, ദൈവഹിതം എന്താണെന്ന് അറിയണമെങ്കിൽ, നമ്മുടെ വീട്ടിലെ ഫോണിന് ഡയൽ ടോൺ ഇല്ലെങ്കിൽ ഫോൺ കൊണ്ട് പ്രത്യേകത വിശേഷമില്ല. നമ്മുടെ ജീവിതത്തിന്റെ ഫോണിന്റെ ഡയൽ ടോൺ ആണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതിന്റെ ദൈവഹിതം അറിയത്തില്ല. ഡയൽ ടോൺ വേണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഹിതം, നമുക്കൊരു ഹിതമുണ്ട്. ആ ഹിതമല്ല ദൈവഹിതം. നോക്കിക്കേ, അത് വലിയ ടെക്നിക്ക് ഉണ്ട്. വല്യപ്പന്മാരെ കണ്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിക്ക്. വല്യപ്പൻ, അപ്പൻ്റെ അപ്പനെ കുറച്ചു പേരൊക്കെ ഉണ്ട്. അത്ര പേരുണ്ട്. അത് വല്യപ്പന്റെ അപ്പനെ കണ്ടവരെന്ന് കൈപൊക്കാവോ? അതുകൊണ്ട് ശരി, വല്യപ്പന്റെ വല്യപ്പനെ കണ്ടവരെന്ന് കൈപൊക്കിക്ക്. ആരുമില്ല. എന്റെ അപ്പച്ചനെ ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ വല്യപ്പനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. എന്റെ വല്യപ്പച്ചനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ പറ്റില്ല. കുടുംബപുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സാമ്പ്രദർ വല്യപ്പന്റെ അപ്പനെ കണ്ടു, വെരി ഗുഡ്. വല്യപ്പന്റെ വല്യപ്പനെ കണ്ടവർ ഒറ്റ പുള്ളി ഇവിടെ കാണുന്നില്ല. കാരണം വല്യപ്പന്റെ വല്യപ്പൻ എന്ന് പറഞ്ഞാൽ 160 വർഷം മുമ്പ് ജീവിച്ചത്.
അപ്പൊ നമ്മുടെ വല്യപ്പനെ നിങ്ങളാരും കണ്ടിട്ടില്ല, കണ്ട ഒരാളുണ്ട്. ആരാന്നറിയാമോ? ഒരാൾക്കറിയാം വല്യപ്പൻ ആരായിരുന്നു. ആരാന്നറിയാമോ? അറിയാമോ ആരാ? നമ്മുടെ വല്യപ്പനെ കണ്ട ഒരു പുള്ളിയുണ്ട്. ആർക്കും അറിയാൻ മേല. പിശാചിനറിയാം. നമ്മുടെ വല്യപ്പന്റെ കയ്യിൽ എന്തെല്ലാം കയ്യിലിരിപ്പുണ്ടായിരുന്നെന്ന് അവനറിയാം. നമ്മുടെ വല്യപ്പനൊക്കെ മരിച്ചുപോയി. പക്ഷെ പുള്ളിയുടെ കയ്യിൽ എന്തെല്ലാം കയ്യിലിരിപ്പുണ്ടായിരുന്നു, വല്യമ്മയുടെ എന്തെല്ലാം പണി കയ്യിലുണ്ടായിരുന്നു കയ്യിലറിയാം. അവനറിയാം. നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതാ ജീനെ. നമ്മുടെ ക്യാരക്ടർ കിട്ടിയത് നമ്മുടെ പിതാക്കന്മാരുടെ പാരമ്പര്യമായി. ജീൻ എന്ന് പറയുന്നത് പിതൃപാരമ്പര്യം കിട്ടിയ ക്യാരക്ടറാണ് ജീന്. പാസ്റ്ററുടെ ഈ ചിട്ടയും അടുക്കുമൊക്കെ കണ്ടപ്പോ ഞാൻ ചുമ്മാ രാവിലെ ചോദിച്ചായിരുന്നു, പാസ്റ്ററുടെ ഫാദർ ആരായിരുന്നു, പാസ്റ്ററുടെ മദർ ആരായിരുന്നു ഒക്കെ ഞാൻ ചോദിച്ചു. പുള്ളി അതിന് പൊതിഞ്ഞു ഉത്തരം പറഞ്ഞു. ആ ജീനൊന്ന് കണ്ടുപിടിക്കാനാ ഞാൻ ചോദിച്ചു. പറ്റിയില്ല, പുള്ളി കുളിച്ചു കളഞ്ഞു. അപ്പൊ നമ്മുടെ വല്യപ്പന്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു സത്താൻ അറിയാം. അത് ജീൻ വഴി എന്റെ മേലുണ്ടെന്നും അവനറിയാം. ഞാൻ രക്ഷിക്കപ്പെട്ടു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിൽക്കുന്നെങ്കിലും അവനറിയാം ഇത് പ്രവർത്തിപ്പിച്ചാൽ വെളിയിൽ കൊണ്ടുവരാൻ ഒക്കും. അതാണ് റോമർ 7:15 പൗലോസ് പറയുന്നത്, ഞാനല്ല പാപം ചെയ്യുന്നത്, ഞാനല്ല തിന്മ ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന പാപം. അല്ല, നമ്മൾ പാപം ചെയ്തെന്നല്ല. വായിച്ച റോമർ 7:15 പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനല്ല പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ദേഹത്തിനകത്ത് പാപം വെട്ടിക്കാത്ത വെച്ചിരിക്കുന്നതല്ല, ജീൻ. അവനൊരു ജീനുണ്ട് പാപം പ്രവർത്തിക്കാൻ. ആ പാപം വെളിയിൽ വരും. അതാണ് നമ്മുടെ ഇഷ്ടമായിട്ട് വെളിയിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇഷ്ടം ഞാൻ കാണിച്ചുതരാം. ആ ഇഷ്ടത്തെ നമ്മൾ അതിജീവിക്കണം. അതിനകത്ത് ക്രിസ്തുവിന്റെ സാക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കണം. ദൈവഹിതം എന്നറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്. വീട്ടിലെ ആത്മീയ ടെലിഫോണുണ്ട്, ഡയലക്ട്രോണുണ്ട്. ഒക്കെ ഹലോ വിളിച്ച അപ്പുറത്തെ ഡയലക്ട്രോണാണല്ലോ. അഭിഷേകമില്ലാത്തവൻ അത് അറിയാനൊക്കത്തില്ല. ആ ദൈവഹിതം എന്തെന്നറിഞ്ഞാലുണ്ടല്ലോ കറക്റ്റായിട്ട് നമ്മൾ പോകും. നമ്മുടെ ഓരോരുത്തരുടെയും പ്ലാൻ അനുസരിച്ച് കൊണ്ടു നടക്കാതെ കർത്താവിന്റെ ദാസമയത്തിൽ പ്രാർത്ഥിച്ച് ദൈവഹിതം അറിഞ്ഞാലേ ക്രിസ്തുവിന്റെ സാക്ഷ്യം പൂർണ്ണമാകത്തുള്ളൂ. നമുക്ക് നല്ലതായിട്ട് നമുക്കറിയാം. ഞാൻ ദൈവഹിതത്തിന്റെ ഒരു 3 കാര്യങ്ങൾ കാണിച്ചുതരാം, ഉദാഹരണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ദൈവം തന്നെയാ നമ്മുടെ ദൈവം. ആ 3 ഉദാഹരണം പറയാം. 3 സംഭവം. പഴയ നിയമത്തിലെ ഒരു സംഭവം, പുതിയ നിയമത്തിലെ 2 സംഭവം. ഇത് 3ഉം പറയാം. അപ്പൊ നിങ്ങൾ ഓർക്കണം, അതേ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ മകൻ ദൈവമല്ല. ഈ ഒരു പ്രത്യേക ക്രൈസ്തവ സഭയ്ക്ക് ഒരു വിശ്വാസമുണ്ട്. ഈ കർത്താവിന്റെ ഭൗതിക പിതാവ് എന്ന് പറയുന്ന ജോസഫ് ഒരു തച്ചനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ. ഒരു സഭയുടെ ഒരു വിശ്വാസമാണ്. അവരുടെ ജോസഫ് പിതാവ്, അത് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പം അതാണ് ഈ ജോസഫ് പിതാവിന്റെ ഈ പടമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന കപ്പോള. അവിടെ തൊഴിലാളികളാണ് സങ്കടം പറയുന്നത്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പൊ കുടിയങ്കറിയ പോക്കറ്റടി കള്ളുകൂടിയ പുള്ളിയുടെ പണി. അത് വളരെ കുറഞ്ഞപ്പം പുള്ളി പോകുമ്പം ഈ അവരുടെ ഈ പറഞ്ഞ സ്ഥലത്ത് ഔസേപ്പ് പുണ്യാളൻ ഇങ്ങനെ കയ്യും പൊക്കി പിടിച്ച് നിൽപ്പുണ്ട്. നല്ല ലൈറ്റൊക്കെ ഇട്ട്, കപ്പോളയ്ക്കകത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ട് തിളങ്ങി നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, പുണ്യാളച്ചാ കറിയാച്ചൊരു പരാതി പറയാറുണ്ട്, 2 ദിവസമായിട്ട് ഒന്നും കിട്ടുന്നില്ല, എന്തെങ്കിലും മേടിച്ചു തരണം, ആകപ്പാടെ വിഷമോ, കടം മേടിച്ചാ കള്ളു കുടിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. 2 ദിവസമായിട്ട് ഒരു രക്ഷയില്ല. പൊടി ഒരു ദിവസം വന്നു പറഞ്ഞു, ഞാൻ 2 ദിവസമായി പുണ്യാളച്ച ഇത് പറയുന്നുണ്ട്, ഇന്നും കേട്ടില്ലെങ്കിലേ പിന്നെ കറിയാച്ചനും ദേഷ്യമുള്ളവനാ. ഈ ലൈറ്റിനകത്ത് ഷൈൻ ചെയ്തോണ്ട് ഇങ്ങനെ നിൽക്കാൻ വിചാരിക്കട്ടെ, ഞാൻ അത് കഷന്റെ തല തല്ലി പൊട്ടിക്കുന്നു എന്നും പറഞ്ഞ് ഉള്ളിയൊക്കെ പോയി. ഇതാരാ കേട്ടെന്നറിയാം? കപ്പ്യാരി കേട്ടു. കപ്പ്യാർക്കറിയാം, ഇവനെ ഒപ്പിക്കും. ഇന്നും അവന് വേഴ്സ് കിട്ടുകയല്ല. അവൻ പോക്കറ്റടിക്കാരനാണെന്നറിയാം. ഇവന് വേഴ്സും കിട്ടത്തില്ല. ഇങ്ങനെ ഒപ്പിച്ചാൽ ആരോട് പറയാനാ? പോലീസിനെ കാവലൊക്കെയാണ് പോകും. അപ്പൊ അയക്കാൻ ടെൻഷൻ ഏടേം ചോറല്ലേ പൊക്കോളാം. അപ്പൊ അയാളിങ്ങനെ ആലോചിച്ച് എന്നാ ചെയ്യണം
ഒന്നുമില്ല. ആകെപ്പാട് ഇത് വെപ്രാള്. പുള്ളി ആലോചിച്ചു, എന്തായാലും വരുന്ന പോലെ ഇത് രക്ഷിക്കേണ്ട ചുമതല എനിക്കാന്ന് പറഞ്ഞ് പുള്ളി മകനെ വിളിച്ചു. എടാ, ഇവനിങ്ങനെ പറഞ്ഞു പോയി, അച്ഛന് നമുക്കൊരു പരിപാടി ചെയ്യാം, ഇവനിത് നശിപ്പിക്കാതിരിക്കാൻ ഇത് തുറന്നിട്ട് ഇതിങ്ങനെ കൈപ്പൊക്കെ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്ന സാധനമാണെങ്കിലും ഇത് നിൽക്കുന്ന രണ്ട് നട്ടയില. ഇതെല്ലാരും ഇങ്ങനെ അനുഗ്രഹിക്കും, പക്ഷെ നിൽക്കുന്ന രണ്ടേ നട്ടയില. ഈ നട്ടം കൊണ്ട് അഴിച്ചു കഴിഞ്ഞപ്പോ പുണ്യാളത്തിനെ തോളിലോട്ട് വെച്ച് കൊണ്ടകത്തോട്ട് വെച്ചിട്ട് പകരം ഒരു ദിവസത്തേക്ക് ഈ ഉണ്ണീശോയുടെ പടം കൊണ്ടുവച്ചു. ഇത് നശിപ്പിച്ചാൽ അതേ പോകാവുള്ളൂ. വലിയ നല്ല വിലയുള്ള സ്റ്റാച്യു കളയരുത്. അതിനാണ് ഈ വലുത് കൊണ്ട് പള്ളിക്കകത്ത് വെച്ചിട്ട് അവിടെ ഉണ്ണീശോയുടെ പടം പഴയത് പണ്ടായിരുന്നു സ്റ്റാച്യു, അതെടുത്ത് തുടച്ച് നീറ്റാക്കി കൊണ്ടുവച്ചു. ഇവൻ അന്നും പോയി ബസ്സേ കയറി ഇങ്ങനെ 5 രൂപ ടിക്കറ്റ് എടുത്ത് പോക്കറ്റ് അടിച്ച് താഴെ ഇറങ്ങും. പോയ വഴി ഇതുപോലെ ചെറുപ്പക്കാരന്റെ പുറകിലത്തെ പായറ്റിലിട്ട് കൈ ഇട്ടു എടുക്കാൻ. അവനത് മനസ്സിലായി പോക്കറ്റ് അടിക്കുന്നത്. അവനൊന്നും മിണ്ടിയില്ല. അവൻ ആരോഗ്യവാ. അവൻ നിന്നിൽ വലിയ റഷാ. ഇവൻ അറിയോ, പിടിക്കാൻ കൂടെ തിരുമി ഇവന്റെ കയ്യിൽ. ഇവൻ അന്തം വിട്ടു പറഞ്ഞു, കണ്ടക്ടറോട് പറഞ്ഞു ആളിറങ്ങുമെന്ന് പറഞ്ഞു. ഇറക്കി വിട്ടു. അവിടുത്തെ കൈയും തിരുമ്മി ആ വേദനയായിട്ട് ഇങ്ങോട്ട് ആ വേദന തീർക്കാൻ ഇച്ചിരി അടിച്ചു തിരിച്ചു വന്ന് നോക്കി. കപ്പളയിലോട്ട് വരിക. പുണ്യാളത്തിനോട് പറയാൻ വന്നപ്പോ കണ്ടതേതെന്നറിയാവോ, ഈ കൊച്ചു നിൽക്കുക. അവനോട് പറഞ്ഞു കേൾക്കണോ, നിന്റെ അപ്പനാടാ, ഇങ്ങോട്ട് വിളിച്ചടാ. പീത്തിരി ചെറുക്കനെ പിടിച്ച് നിർത്തിയിട്ട് അവനകത്തോട്ട് കയറി നിൽക്കുക. യേശുവിന്റെ പടത്തെ നോക്കി അവൻ പറഞ്ഞു, ഭീകര ചെറുക്കനെ പിടിച്ച് നിർത്തിയിട്ട് അപ്പനകത്ത് കയറിയിരിക്കുക. അല്ലേ, ഈ ദൈവമല്ല നമ്മുടെ ദൈവം. അന്ന് പിതാക്കന്മാരെ നടത്തിയ അതേ ദൈവം. കേട്ടോണം, നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പോകരുത്. നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടായിരിക്കും ദൈവം പറഞ്ഞ്. വായിക്കാം, സംഖ്യാപുസ്തകം 3 കാര്യം കാണിക്കാം. സംഖ്യാപുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാനക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. ഇസ്രായേൽ അമോര്യരോട് ചെയ്തതൊക്കെയും സിപ്പോരിന്റെ മകനായ ബാലക് അറിഞ്ഞു. ജനം വളരെ ആയിരുന്നത് കൊണ്ട് മോവാബ് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളെ കുറിച്ച് മോവാബ് പരിഭ്രമിച്ചു. മോവാബ് മിദ്യാന മൂപ്പന്മാരോട്, കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നക്കിക്കളയുമെന്ന് പറഞ്ഞു. അക്കാലത്ത് മോവാബ് രാജാവ് സിപ്പോരിന്റെ മകനായ വാക്യം ഞാൻ പറയുന്നൊരു വാക്യം വായിച്ചാൽ നമുക്ക് ടൈം ലാഭിക്കാം. ബാലക്ക് ഒരു പണിയും നടക്കത്തില്ല. ജനം പുല്ല് നക്കുന്ന ഒരു കൂട്ടർ കയറി വരുന്നു. അപ്പൊ പിന്നെ ഏകമാർഗം ഇവരെ ശമിപ്പിക്കുക. അതിനാണ് നമുക്കറിയാം, ബിലിയാമിനെ വിളിച്ചു. ബിലിയാമിന്റെ വീട്ടിൽ ചെന്നു. ദൈവം ജനം വന്നിരിക്കുന്നു. രാജാവ് ആളയച്ചു. വാക്യമുണ്ട്, സ്വോത്രാഴ്ചയായിട്ടാ പോയത്. പ്രശ്ന ദക്ഷിണ എന്ന് അവിടെ എഴുതിയിരിക്കുന്ന സംഗതി സ്വോത്രകാഴ്ചയാ. രാജാവ് കൊടുത്തയച്ചതാ. അപ്പൊ നമ്മൾ ഇടുന്ന പോലെ 10 അല്ല, നല്ല തുക. നല്ല തുകയുമായിട്ട് അങ്ങോട്ട് ചെന്നു. ഉടനെ പുള്ളി പറഞ്ഞു, നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കും എന്ന് പറഞ്ഞു. ദൈവം നേരിട്ട് ഇടപെട്ടു. 12-ാം വാക്യം വായിച്ചേ. ദൈവം നേരിട്ട് പറയുന്നത് കേട്ടോണം. ദൈവം ബിലിയാമിനോട്, നീ അവരോടുകൂടെ പോകരുത്. ആ ജനത്തെ ശപിക്കുകയും അരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇതിൽ കൂടുതൽ അതാണ് ഇവന്റെ ഇഷ്ടം. പോയാൽ കൊള്ളാം. കാരണം ഇഷ്ടം പോലെ പണം കൊടുക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ വേറെ ആളുകളെ വിട്ടു. അന്നേരം നല്ല വാക്കൊക്കെ പറയുന്നുണ്ട്, ഈ വീട് നിറച്ച് പൊന്നും വെള്ളിയും തന്നാലും ഞാൻ പോകത്തില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അവന്റെ മനസ്സിൽ ഒരു ചുക്കളി, എന്നാലും നിങ്ങൾ ഇന്നിവിടെ താമസിച്ചിട്ട് ഞാൻ 2ാമത്തെ ദൈവത്തെ ഒന്ന് തടകി നോക്കട്ടെന്ന്. ദൈവം നമ്പുരാൻ ഓൾറെഡി പറഞ്ഞതാ, നീ പോകരുതേ, അവരനുഗ്രഹിക്കപ്പെട്ടവരാ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ അകത്ത് കിടക്കുന്നതിനറിയോ രാജാവാ, ഇഷ്ടം പോലെ കിട്ടും എന്നും പറഞ്ഞ് അവൻ പോകുന്നത്. 21-ാമത്തെ വാക്യത്തിൽ കാണാം, ഇവന് ദർശനം കേട്ടോണം. ഇവൻ പറഞ്ഞു, ഓ ആ വിചാരം നിങ്ങൾക്കറിയാവുന്ന വാക്യം എന്തുവാ? ആ വിചാരം യാക്കോബിനെ ഭരിക്കത്തില്ല. അടുത്ത വാക്യം, ലക്ഷണവിദ്യ ഇസ്രായേലിനെ. പിന്നെ പറഞ്ഞ കേൾക്കണോ, അവന്റെ കാര്യമല്ല, സ്വന്തം കാര്യ. ഭക്തന്മാർ മരിച്ചതുപോലെ ഞാൻ മരിക്കട്ടെ. അവൻ അന്നേരം പിടികിട്ടി ഇവനെ കുഴച്ചിട്ടുണ്ടാവും.